ഞാൻ എൻ്റെ ചേട്ടനെ പരിചയപ്പെടുത്താം. എൻ്റെ ചേട്ടനെ കാണിച്ചു തരാവേ. ചേട്ടൻ എക്സൈസിലായിരുന്നു, സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പം ചേട്ടൻ റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പം തിരുവനന്തപുരം DSCയിലെ, അതായത് മാജിക് പ്ലാനറ്റിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയാണ്. അപ്പം തിങ്കളാഴ്ച ദിവസമാണ് മാജിക് പ്ലാനറ്റിന് അവധിയാണ്. അപ്പം അതുകൊണ്ട് ചേട്ടൻ വീട്ടിലുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൊച്ചിനെ സ്കൂളിൽ വിട്ട ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോവാം. അപ്പം ഞാൻ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ അവിടുത്തെ വീഡിയോ ഒക്കെ കാണിക്കാം. പാലായിലാണ് പോകുന്നത്. പാലായിലാണ് ചേട്ടൻ പഠിച്ചത്. സെന്റ് തോമസ് കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പം പാലായായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്. എൻ്റെ അച്ഛൻ്റെ നാട് പാലായാണ്. അങ്ങനെ ഞങ്ങൾ പാലായ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാഴ്ചയാണ് കുറേ കൊക്കുകൾ വഴിയിലിരിക്കുന്നത്. കണ്ട, കുറേ ഉണ്ട്. കണ്ട, കൊക്കുകളിരിക്കുന്നത്. എന്ത് രസം. ഞങ്ങൾ പാലായ്ക്കാണ് പോകുന്നത്. ഇപ്പം നെല്ലാപ്പാറ എത്താറായി. ഇത് നെല്ലാപ്പാറ റോഡാണ്. നെല്ലാപ്പാറ തൊടുപുഴ പാലാ റോഡാണ്. പണ്ടത്തെ പാലാ റോഡൊന്നും അല്ല ഇത്. നല്ല അടിപൊളി റോഡാണ്. നെല്ലാപ്പാറ കയറ്റമൊന്നും ഇപ്പൊ ഇല്ല, ചെറുതായി നെല്ലാപ്പാറ കയറ്റം. ഇതാണ് നെല്ലാപ്പാറ പണ്ടത്തെ കയറ്റം. സ്ഥലത്തിന്റെ പേരിനേട്ടാ പ്രവിത്താനം പള്ളിയാട്ടോ കാണുന്നേ. പള്ളിയല്ല, പള്ളിയുടെ കുരിശുപള്ളി. ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. ഇതാണ് മീനച്ചിൽ ശ്രീഭദ്ര ദേവിയുടെ അമ്പലമാണ്. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഞങ്ങളിവിടെ വന്നതാണ് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട്. ഇതാണ് പാലായിലാട്ടോ ഈ അമ്പലമുള്ളത്. ഇത് അതിൻ്റെ അമ്പലത്തിൻ്റെ കുളമാണ്. ഇത് അമ്പലക്കുളം. കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ആട്ടോ ഇത്. കടപ്പാട്ടൂർ. പാലാട്ടൗണിലെ പ്രശസ്തമായ കുരിശുപള്ളിയായി കാണുന്നത്. പാലാട്ടൗൺ. കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം ആട്ടോ ഇത്. കടപ്പാട്ടൂർ.